ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ എല്ലാവരും എണീക്കുമ്പോൾ 7:30-8 മണിയൊക്കെ ആയി. കുട്ടികളെ നേരെ പാർക്കിലേക്ക് എണീറ്റ് പാർക്കിലേക്ക് കളിക്കാൻ വന്നതാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. മക്കളവിടെ കളിച്ചു. ഡൈനിങ് ഏരിയൻ്റെ അവിടെ ടീ കോഫി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടാണ് അവിടെ വന്നത്. പിന്നെ ബോയ്സ് ഗാങ് രാവിലെ തന്നെ ക്രിക്കറ്റ് ഷട്ടിലൊക്കെ കളിച്ച് അങ്ങനെ കുറേ നേരം ഈ ഏരിയയിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. 9:30 ആയി. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോഴേക്കും പോകണം. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഫിറ്റ്നസ് ജിമ്മൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ചുമ്മാ ഞങ്ങളതിൽ കയറിയൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് പോയത് കേട്ടോ. പിന്നെ റൂമിൽ പോയി ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് കുട്ടികൾക്കെല്ലാം കൈയൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ലേറ്റായി. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ജാമ, ബട്ടർ, പിന്നെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, പിന്നെ ഇഡ്ഡലി, പിന്നെ ഉഴുന്നുവട, സേവ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, ചട്നി, 2 ടൈപ്പ് ചട്നി ഉണ്ട്, പിന്നെ പൂരി മസാല, പൂരി, പിന്നെ ബോയിൽഡ് എഗ്സ് നിറയുണ്ടായിരുന്നു, പിന്നെ ഒരു റവയുടെ ഒരു പായസം പോലെ, പിന്നെ ബീട്രൂട്ട് ജ്യൂസും കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ വിട്ടുപോയി. ബ്രെഡ് മാത്രം കഴിച്ചത്. പിന്നെ കഴിച്ച് കഴിഞ്ഞതും പ്ലേ ഏരിയയിൽ പോയി ആർച്ചറി പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ അമ്പ് ചെയ്തതും അത് അടുത്തുള്ള പറമ്പിലേക്കാണ് പോയത്. അടുത്തൊന്നും പോയി നിൽക്കാൻ പാടില്ലട്ടാ. പറ്റിക്കലാണ് ഫുള്ള് കേട്ടോ. ബാക്കി പോടോ. പിന്നെ ഇവിടെ നിന്നാക്ക്. പറ്റില്ല. ഇവിടെ നിന്നാക്ക്. ആർച്ചറി വന്നാലേ ദൂരം അവിടെ നിന്നാ അങ്ങോട്ട് വരിക. ദ്രോണാചാര്യ ശിഷ്യനാകും. മച്ചിങ്ങോ? ആ മാധുവാ വാ, മെല്ലെ വാ. കൈ പിടിക്കാൻ പാടില്ല. ഹലോ. നീ ഒരുക്കി രണ്ടുപേരും കൂടെ ഒരുമിച്ച് വാ. അത് കൈവിട്ടോ. ഇവിടെ കളിച്ചിരുന്ന് 11 മണിയായി. പിന്നെ എല്ലാവരും റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചതാണ്. 12 മണിക്കാണ് ചെക്ക് ഔട്ട്. അപ്പോൾ എല്ലാവരും പോവാൻ റെഡി ആയിട്ട് വന്നതാണ്. ഇന്നലെ പൂളിലത്തെ കളി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാട്ടോ ഒരു പൂളൊക്കെ ക്ലീൻ ചെയ്യുന്നത്, വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുന്നത് ഇപ്പോഴാണ്. പിന്നെ അശ്വതി കുട്ടികളുടെ ഫോട്ടോഷൂട്ടൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കായിരുന്നു. ഇറങ്ങാൻ പോവല്ലോ എല്ലാവരും. ഞങ്ങളും ഇവിടെ നിന്ന് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങി. അത് ഞാൻ കുറച്ചിവിടെ
ഇടാട്ടോ എടുത്ത ഫോട്ടോസൊക്കെ. വേണ്ട, ഞങ്ങൾ കൊണ്ടുവരാം. ബൈ ബൈ. മാധു 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 ബൈ ബൈ. സീ യു. അപ്പം എല്ലാവരുടെ അടുത്തും ബായൊക്കെ പറഞ്ഞ് ഞങ്ങളും അങ്ങനെ വണ്ടിയിലേക്ക് കയറി. വണ്ടിയിലേക്ക് കയറിയത് മോൻ സ്നാക്സായിട്ട് വന്നു. അടുത്ത ദിവസം മൺഡേ ആണ്, സ്കൂളുണ്ട്, പോകണം എന്നൊക്കെ പറഞ്ഞ് മോനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ട്രിപ്പൊക്കെ പോയിട്ട് വന്നാൽ അവൻ അതിൻ്റെ മൂടായിരിക്കും. പിന്നെ അടുത്ത ദിവസം എണീക്കുമ്പോൾ സ്കൂളിൽ പോകണോ അങ്ങനെയൊരു ചെറിയൊരു കരച്ചിലും അതൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നാളെ സ്കൂളുണ്ട്, സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞത് അവൻ നല്ല ഉറക്കമായി. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഓരോന്ന് സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോവാം. പിന്നെ ഒരു 2:30 ആയപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്താനായി. അപ്പോൾ അതിന് മുമ്പ് ബോർഡർ പൊറോട്ട എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി. 2:45 ആയി എത്തുമ്പോൾ. ഞങ്ങൾ മെല്ലെയാണ് വണ്ടി ഓടിച്ച് വന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മെല്ലെ വന്നു. ആദ്യം തന്നെ അവർ കേസരിയാണ് തന്ന്. ഞങ്ങൾ പറഞ്ഞത് കുത്തി പൊറോട്ടയും മോന് പിന്നെ ഗീ റൈസ് പറഞ്ഞു, ഒരു ചിക്കൻ കറിയും പറഞ്ഞു. അതൊരു കോംബോ ഓഫറിലാണ് അതെല്ലാം വന്നത്. ചിക്കൻ കറി, കുത്തി പൊറോട്ട, നമ്മൾ ചിക്കൻ കറി മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ 2 ഗ്രേവി അതിൻ്റെ കൂടെ തന്നെ വരുന്നതാട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പാർട്ട്മെൻറ്റ്, ഇത് അപ്പാർട്ട്മെൻറ്റാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കാതെ ഇങ്ങനെ കാണാൻ. ഞങ്ങളിവിടെ 5 ഫ്ലോറുള്ള അപ്പാർട്ട്മെൻറ്റാണ്, ഞങ്ങൾ 4ാമത്തെ ഫ്ലോറാണ്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ട്രിപ്പെല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സോ ബൈ. വരുന്ന വഴിക്ക് മോന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള തെർമോക്കോളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതാട്ടോ കയ്യിൽ, അത് പറയാൻ വിട്ടുപോയി. ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.